പറ്റി അമ്മേ? മനസ്സിലായി, അമ്മ അച്ഛന്റെ കാര്യം ഓർത്തല്ലേ? അച്ഛൻ കഴിച്ചിട്ടുണ്ടാവും അമ്മേ. എങ്ങനെ സന്തോഷിച്ച് ജീവിച്ചവരാ നമ്മള്. ഇങ്ങനൊരവസ്ഥ വരാൻ മാത്രം നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാരും അറിയും, സത്യം പുറത്തു വരും. ഒരു കണക്കിന് നമുക്കിപ്പോ എന്താ ഇവിടെ ഒരു കുറവ്? ഇവിടുത്തെ മാഡത്തിന്റെ വല്ലപ്പോഴുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാ നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ. സാറിനൊക്കെ നമ്മളോട് എന്ത് കാര്യമാ. പിന്നെ ചന്ദ്രമ്മ, ഞാൻ കളിയാക്കുകയും വഴക്ക് പറയുകയും ചെയ്യുമെങ്കിലും ഡ്രൈവർ മഹി, ഇവരൊക്കെ നമുക്കിപ്പോ ഉണ്ടല്ലോ. പിന്നെ ജോലി, അതിപ്പോ വീട്ടിലായാലും നമ്മൾ ചെയ്യില്ലേ, അങ്ങനെ കണ്ടാ മതി. ഇതൊക്കെ പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും ഉള്ളിന്റെ ഉള്ളില് എപ്പോഴും ഒരു തീ കിടപ്പുണ്ട്. ആ നരേന്ദ്രനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ അയാളുടെ മുന്നിൽ ചെന്നില്ലെങ്കിലും അയാൾ എപ്പോഴും ഇങ്ങോട്ട് വരുന്നെന്ന് അറിയില്ലല്ലോ. തമ്മിൽ കാണുന്ന ദിവസം എല്ലാം പൊളിയും. ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാലും അയാൾ പറയുന്ന കള്ളത്തിന് വിലയുണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായോ അപ്പൊ നമുക്ക് പോണം. ഈ മാസത്തെ ശമ്പളം കൂടെ കിട്ടി, പിന്നെ ഈ ഒരു വളയം കൂടി വിറ്റാ നമുക്ക് വേറെ ഏതെങ്കിലും നാട്ടിലൊരു വീട് വാടകയ്ക്ക് എടുക്കാം. എന്തെങ്കിലും പണിയെടുത്ത് വാടകയും കൊടുക്കാം. എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടമ്മേ.